അർജുൻ്റെ വീട്ടിലേക്കുള്ള വഴി നോക്കൂ. കേരളത്തിലും കനത്ത മഴയാണ്. കാലാവസ്ഥ തെരച്ചിൽ നടക്കുന്നയിടത്തും ഒപ്പം അർജുൻ്റെ വീട്ടിലേക്കുള്ള വഴിയും കാലാവസ്ഥ ഉണ്ടാക്കുന്ന കെടുതികൾ നമുക്കിപ്പോൾ കാണാം. സിനോജ് ആ വെള്ളത്തിലൂടെ നീന്തിയാണ് അവിടേക്ക് പോകുന്നത്. ആ വീട്ടിലേക്ക് എത്തിച്ചേരാൻ ആ വഴിയിലൂടെ വഴിയൊഴി പുഴയായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട്ടാണ് അർജുൻ്റെ വീട്. ആ വീട്ടിലേക്ക് സിനോജ് ഇപ്പോൾ ആ വെള്ളത്തിലൂടെ നീന്തി കയറുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അർജുനെ ജീവനോടെ കണ്ടെത്തണം. ആ കുടുംബം കാത്തിരിക്കുന്നത് അർജുൻ തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷയ്ക്കൊപ്പം ആ കുടുംബത്തിനൊപ്പം നിൽക്കുകയാണ് നമ്മൾ. അധികൃതരുടെ ഇടപെടൽ ഉറപ്പാക്കുന്നതിൽ അതിലൊക്കെ സാധ്യമായ രീതിയിൽ നമ്മളും ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അർജുൻ്റെ വീട്ടിലേക്ക് സിനോജ് എത്തിയിരിക്കുകയാണ്. ഭാരത് ബെൻസ് അധികൃതർ എന്താണ് അവിടെ അർജുൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുന്ന അവസാന സന്ദേശം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതൊരു പോസിറ്റീവ് മെസ്സേജ് ആയിരിക്കണം എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയുള്ള പ്രതീക്ഷയോടെയാണ് ആ സന്ദേശം എന്താണെന്നറിയാൻ നമ്മൾ കാത്തിരിക്കുന്നത്. സിനോജ് ഇപ്പോൾ ആ വീട്ടിലേക്ക് വെള്ളത്തിലൂടെ നീന്തി കയറുന്നത് ഞാൻ കണ്ടു, നമ്മുടെ പ്രേക്ഷകരും കണ്ടു. സിനോജ്, നമ്മൾ കാത്തിരിക്കുന്നത് ഒരു പോസിറ്റീവായുള്ള ഒരു വാർത്തയ്ക്കായാണ്. ഭാരത് ബെൻസിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അവസാന സന്ദേശം എന്താണ് എന്നത് നമുക്ക് അർജുൻ്റെ ഭാര്യയോട് ചോദിക്കാം. സിനോജ്, ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ജിതിൻ വിളിച്ചായിരുന്നോ? എന്ത് ഭാരത് ബെൻസിൻ്റെ കമ്പനി തന്നെ പറഞ്ഞെന്ന് പറയുന്നത് അറിയില്ല, നമുക്ക് അതിനെ പറ്റിയിട്ട് ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല. ഇല്ല. ഇത് നമ്മളിപ്പോൾ വിളിച്ച സമയത്ത് പറഞ്ഞാണ് അവിടുന്ന് ഭാരത് ബെൻസിൻ്റെ കമ്പനിയിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ വിളിച്ച കാര്യമായിരിക്കുമോ? ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ സ്റ്റാർട്ടായി എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്കറിയില്ല, എഞ്ചിൻ ഓൺ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും പുതിയ വിവരങ്ങളൊന്നുമില്ല. സുജയ, അത് ഇന്ന് രാവിലെ വിളിച്ച കാര്യമാണ് പറയുന്നത്. അത് സിനോജ്, ഇപ്പോൾ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയാണ്. സിനോജ്, അർജുൻ്റെ ഭാര്യയോട് അവര് വിഷമിച്ച് നിൽക്കുകയാണ്. നമുക്ക് ആ കുടുംബത്തിന്റെ വിഷമം മനസ്സിലാക്കാൻ പറ്റും. നമുക്കും അതേ വിഷമമാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷയോടെ നല്ല വാർത്ത കാത്തിരിക്കുകയാണ്. അർജുൻ്റെ വാഹനം ഏകദേശം സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സിനോജ്, അത് അവരോട് പറയാം. പരിശോധന തുടങ്ങുമ്പോഴാണ് അവിടെ ഹെവി റെയിൻ കാരണം അത് പറ്റുന്നില്ല. അപ്പോൾ തൽക്കാലം നിർത്തി വെച്ചതാണ് കുറച്ച് സമയം. ആ റെയിൻ ഒന്ന് കുറഞ്ഞിട്ട് നോക്കുന്നതാണ്. നമ്മളിപ്പോൾ ജിതിനെ ഫോൺ വിളിച്ചിരുന്നു, ജിതിനെ വണ്ടിയുടെ ഓണറേയും വിളിച്ചിരുന്നു. അപ്പം നല്ല മഴ പെയ്തപ്പോൾ നിർത്തി വെച്ചപ്പോൾ വീണ്ടും തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. NDRF മെറ്റൽ ഡിറ്റക്ടർ വെച്ച് നോക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് ഇപ്പോൾ വിളിച്ചപ്പം അവിടെ നോക്കുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞത്. നേവി പുഴയിൽ പരിശോധന പൂർത്തിയാക്കി വണ്ടി പുഴയിലേക്കൊന്നും പോയിട്ടില്ല എന്ന് പറയുന്നത്. ഇല്ല, അത് ഉറപ്പ് തന്നിട്ടുണ്ട്. സിനോജ്, അർജുൻ ആവശ്യമായ ഭക്ഷണമൊക്കെ ആ വാഹനത്തിലുണ്ട്. വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൊരു പറഞ്ഞു. വണ്ടിയിൽ സാധാരണ ഫുഡൊക്കെ കൊണ്ടുപോകാറുള്ളതല്ലേ പോകുന്ന സമയത്ത്? ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയില്ല. അവർ മഴയല്ലായിരുന്നു അവിടെ, കുറേ ദിവസങ്ങളായിട്ടുള്ള മഴയും കാര്യങ്ങളും കാട്ടിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്താണെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോയാൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. 8-ാം തീയതി പോയതാണ് എന്ന് പറയുന്നത്. സുജയ, അർജുൻ്റെ സഹോദരിയാണ് ഇപ്പോൾ സംസാരിച്ചത്. അതായത് ഭാരത് ബെൻസിൻ്റെ കമ്പനി രാവിലെ അറിയിച്ചിരുന്നു, വണ്ടിയുടെ എൻജിൻ ഓണായതിനെക്കുറിച്ച് അറിയിച്ചിരുന്നു. അല്ലാതെ പുതിയ വിവരങ്ങളൊന്നും തന്നെ വീട്ടിൽ ഇവർക്ക് ലഭ്യമായിട്ടില്ല. ജിതിനും ഒപ്പം തന്നെ ഈ ലോറിയുടെ ഉടമയൊക്കെ തന്നെയാണ് ഇവർക്ക് വിവരങ്ങൾ അവിടെ നിന്ന് കൈമാറുന്നത്. ജിതിൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ വീട്ടുകാർക്ക് ഏറ്റവും പുതിയതായിട്ടുള്ള വിവരങ്ങളുള്ളൂ. NDRF സംഘം അവിടെ പരിശോധന നടത്തുന്നു എന്ന വിവരം മാത്രമേ കുടുംബത്തിനുള്ളൂ. ഓക്കെ, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. അർജുൻ്റെ വീട്ടിലേക്കുള്ള വഴി അവിടെയും വെള്ളം കെട്ടി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന ഭാഗത്തും ഷിരൂരിലും കനത്ത മഴയാണ് വില്ലനായി നിൽക്കുന്നത്. മഴയത്ത് ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും വെള്ളം ചാലുകളായി ഒലിച്ച് താഴേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ആ മണ്ണ്, കൂടിക്കിടക്കുന്ന മണ്ണിന് പുറത്തേക്ക് വീണ്ടും മഴവെള്ളം പതിച്ച് അത് ചെളിയായി മാറി കുഴഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ്. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നതിനൊക്കെ മുകളിലേക്ക് കയറണം. ആ കൂനയായി കിടക്കുന്ന കൂമ്പാരത്തിലേക്ക് നടന്നു കയറാൻ പറ്റാതെ കാല് പുതഞ്ഞു പോകുന്ന സാഹചര്യമാണുള്ളത്. രക്ഷാപ്രവർത്തകർ പരമാവധി ശ്രമിക്കുന്നുണ്ട്.